ഹലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രകളാണ് പലപ്പോഴും നമ്മളെ മനോഹരമാക്കൽ. ആ യാത്രകളിലായിരിക്കും നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ കഴിയുക. അതിനൊരു തെളിവാണ് ഇന്നത്തെ ഞങ്ങളെ യാത്ര. സത്യത്തിൽ ഒരു 16,000 കോഴിനെ വളർത്തുന്ന ഒരു ഫാം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഞങ്ങളെ വിളിച്ചാണ്. അപ്പോൾ ആ ഫാം കാണാൻ വേണ്ടി പോയപ്പോൾ ആ ഫാം ചെന്ന് നോക്കി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടുത്ത് തന്നെ ആച്ചറി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോണ വഴികൾ തന്നെ, നമ്മൾ ആ ഫാമിലേക്ക് പോണത് തന്നെ നല്ല ഭംഗി തോന്നി. ഇതാ കണ്ടോ, വെള്ളം, മഴയുണ്ട്, നല്ല മഴയുണ്ട്. നമുക്ക് ഭംഗിയാണ്, അവിടെ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് 30 അടി കൂടുതലുണ്ട് ഈ ഫാമിൻ്റെ വീതി. അതുകൊണ്ട് ഈ ഫാമിക്ക് നമുക്ക് കോഴിക്കുട്ടി ഇറക്കി തരാനേ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം എയർ പാസിങ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് കണ്ട് ഞങ്ങളെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ വെറുതെ അട്ടപ്പാടി വരെ ഒന്ന് പോയി പോരാൻ എത്തി. ഈ ഫാം നമ്മൾ ആനമൂളിയിലാണ്. ആനമൂളിൻ്റെ അവിടേക്ക് എത്തുന്നതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഫാം. അപ്പോൾ ഞങ്ങൾ വെറുതെ എന്നാൽ അട്ടപ്പാടിക്കൊന്ന് പോയി വരാൻ എത്തി. അങ്ങനെ ആനമൂളി കൂടിയാണ് ഞങ്ങൾ അട്ടപ്പാടിക്ക് ചുരം കയറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വെറുതെ ഞങ്ങൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് എനിക്കൊന്ന് വീഡിയോ എടുക്കണം തോന്നി. ആ വീഡിയോ ആണ് ഞാൻ ഇതിലിടുന്നത്. അത്ര ക്ലിയറോ ഒന്നും ഇല്ലെങ്കിലും പക്ഷേ ഈ മഴ ഇടയ്ക്ക് പെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്ന സമയത്ത് അത് ക്ലിയർ കിട്ടുന്നില്ല. അപ്പോൾ പുറത്തേക്ക് ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ മൊത്തം വെള്ളമാവും, മഴത്തുള്ളികളായിട്ടായി, അതും നമുക്ക് ക്ലിയർ കിട്ടില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴയില്ല. ആ സമയത്ത് വെച്ച് ഞങ്ങൾ ഇതേപോലെ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നത്. റോഡുകൾ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നില്ലേ, ഇവിടെയൊക്കെ റോഡുകൾ തെറ്റില്ല. അതിൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ പോണ സ്ഥലങ്ങളുണ്ടായിരുന്നു, വന്ന സ്ഥലങ്ങൾ റോഡുകൾ പറ്റ ശോചനീയ അവസ്ഥയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ നിർത്തും. അപ്പോൾ 1-2 സ്ഥലങ്ങളിലൊക്കെ നിർത്തി പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുകളിലെത്തുന്ന സമയത്താണ് നമുക്ക് അവിടെ ആളുകൾ വാഹനമൊക്കെ നിർത്തിയിട്ട് കുരങ്ങിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുരങ്ങന്മാരെ അതുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമാണുണ്ട്. അപ്പോൾ ഞങ്ങളും അവിടെ വണ്ടി നിർത്തിയപ്പോഴാണ് മനസ്സിലായത്, വണ്ടി അവിടെ ഒരിക്കലും നമ്മൾ നല്ല സൈഡ് കൊടുത്തുകൊണ്ട് നിർത്തണം. ഇല്ലെങ്കിൽ എന്താണോ, ഈ KSRTC പോലുള്ള വണ്ടികൾ വരുന്ന സമയത്ത് നമ്മളെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഒടിച്ചെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വണ്ടി നിർത്തുന്ന സമയം നമ്മൾ പെട്ടെന്ന് നല്ല സീനറിയൊക്കെ കാണുന്ന സമയത്ത് വണ്ടി ഒരിക്കലും പാർക്ക് ചെയ്യുമ്പോൾ റോഡിനോട് ചാരിയല്ല, റോഡിൽ നിന്ന് നല്ല വിട്ടുകൊണ്ട് നിർത്തണം. കാരണം ഇപ്പോൾ ഈ KSRTC വരുമ്പോൾ വേറെ ആരോ ഈ വണ്ടി നിർത്തിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ KSRTCക്കാരന് നല്ല ബുദ്ധിമുട്ടായി, ഈ വണ്ടിക്കാരന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വൈഡായിട്ട് തന്നെ വണ്ടി നിർത്തണം. കോടയാണെങ്കിലോ ഒരു 1.5 കോട മൂടിയത് കാണാനാണ് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ കോട മൂടി കുറച്ച് കഴിയുമ്പോഴത്തേനും കാണാൻ മഴ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടിക്ക് കയറാൻ വീണ്ടും നമ്മൾ കുറച്ച് നേരം ഇറങ്ങി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തോർച്ചയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ ആ സീനറി കാണാനൊക്കെ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടമായത് ഈ ഒരു സീനാണ്. അതായത് മഴ പെയ്തിട്ടേ വെള്ളം മലൻ്റെ മുകളിൽ നിന്ന് ഒന്നായിട്ട് താഴത്തേക്ക് ചാടുകയാണ്. അതോ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ തെളിഞ്ഞ വെള്ളം ഈ വരുന്ന സമയത്ത് എല്ലാ ആളുകളും വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്യാനും കൂടി സ്ഥലമില്ലാത്ത വിധമായി അതിൽ സ്ഥിരം പോയിരുന്ന ആൾക്കാർ അടക്കം ഈ ഇത് കാണുമ്പോൾ വണ്ടി നിർത്തിയാണ്ട് ഇത് കാണും. അതായത് ഈ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പോകുമ്പോൾ ഓരോ സമയത്ത് പോകുമ്പോൾ നമുക്ക് വ്യത്യസ്ത കാഴ്ചകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. സത്യത്തിൽ ഈ അട്ടപ്പാടി എന്ന് പറയുന്നത്, അട്ടപ്പാടി മൊത്തം ഈ ചുരം കയറി കഴിഞ്ഞാൽ ഇതിനെ മനോഹരമാക്കുന്നത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. കാരണം നമുക്കിത് ക്യാമറയിൽ പകർത്തുന്നതിനേക്കാളും നല്ലൊരു ഇതാണ് നമ്മളവിടെ നേരിട്ട് കാണുമ്പോൾ. പക്ഷേ ക്യാമറയിൽ നമ്മൾ പകർത്താൻ കാരണം നമുക്ക് പിന്നെയും കാണാൻ വേണ്ടിയിട്ടാണ് പകർത്തുന്നത്. പക്ഷേ ഇത് സത്യത്തിൽ ക്യാമറയിൽ പകർത്തല്ല, ശരിക്കും അത് അവിടെ നിന്ന് ആസ്വദിക്കുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അബ്ബാസ് കണ്ടില്ലേ, കുടയൊക്കെ എടുത്തുകൊണ്ട് എന്താണ് അവൻ്റെ ഒരു ത്രില്ല്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ മറ്റുള്ള 1-2 പേര് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു, ബാക്കി എല്ലാവരും ഇത് കാണാൻ നിന്നു.